എത്തിയതാണ്. ഞാനിപ്പോൾ എൻ്റെ മൂത്തമ്മാൻ്റെ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തതാണ്. പല്ലേക്കൽ പകുതി ആയപ്പോഴാട്ടോ വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നേ. അപ്പം ഞാൻ എന്തായാലും പല്ലേക്കട്ടെ. ഈ പാൻ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട്. നിങ്ങൾക്ക് എൻ്റെ മൂത്തമ്മാൻ്റെ ഒരു കുട്ടി നിഷത്താത്ത. അപ്പം നിഷത്താത്ത കല്യാണം കഴിച്ച അവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടീൻ്റെ ഭാവയാണ്. ഇവിടെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഇത് വെച്ചിട്ടൊക്കെ വെറുതെ കളിക്കും. അപ്പോൾ ഇതിപ്പോൾ കട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയപ്പോൾ വെറുതെ ഒരു ഭംഗിക്ക് ഇവിടെ വെക്കാൻ കരുതിയതാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് ഗൈസ്. വെക്കേഷനൊക്കെ ഇല്ലേ, നിങ്ങളൊക്കെ എവിടേക്കാണ് പോയിട്ടില്ലേ? ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ ഇവിടേക്ക് പോയി, എൻ്റെ ഉമ്മാൻ്റെ ഇവിടേക്ക് പോയി, അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോയിട്ടോ. നിങ്ങൾ എവിടേക്കാ പോയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ നടു കാണുന്ന ആളുടെ 2 കുട്ടികളെ പാവ കേട്ടോ. അത് നേരത്തെ കാണിച്ചിട്ടുണ്ടാവും. ബാക്കി ഈ യെല്ലോയും പിന്നെ ഒരു മെറൂൺ പോലത്തെ ഒരു റെഡ് ഉള്ള ആളും എൻ്റെ മൂത്തമ്മാൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇത് പണ്ടെടുത്തൊരു ഫോട്ടോയാണ്. ഷറാദ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നീനു ഇപ്പോൾ +2 ആണ്. നിഹാദ് SSLC. അങ്ങനെയാണ് കേട്ടോ. ഈ റൂം ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോയിലെ നിഹാദ് കാക്കുൻ്റെ റൂമാട്ടോ.
അതിൽ ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ടൊരു കുട്ടിയുണ്ട്. ഇപ്പോൾ +2-ലാണ്. മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ, നീനു നിതൂസ് വേൾഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ വീഡിയോസൊന്നും ഇങ്ങനെ ഇടുന്നില്ല, കാരണം +2 ഒക്കെ എത്തിയപ്പോൾ പഠിപ്പിൽ നോക്കി. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പക്ഷെ ഒന്ന് കയറി സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുക്കളയിൽ ഇപ്പോൾ തകൃതിയായിട്ട് ബിരിയാണി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂത്തമ്മയാണ് കേട്ടോ അതിൻ്റെ മെയിൻ ആള്. ഞാൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും, കേക്ക് ഇല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ചിക്കൻ ബിരിയാണി ആക്കിയെന്നുള്ളൂ. ബിരിയാണി അവിടെ ദമ്മിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊട്ടിക്കണതിൻ്റെ മുമ്പ് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മൂത്തമ്മ ബിരിയാണി ഉണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ ഞാനതിരുന്ന് തിന്നാണ്. നിഹാദും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് കഴിച്ചത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നിഹാദ് ഒപ്പം ഇരുന്ന് ഞങ്ങൾ ബിരിയാണി തിന്നണതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ്, അതൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഇത് വെക്കേഷൻ എടുത്ത വീഡിയോയാണ്. പിന്നെ എനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു ടൈം കിട്ടിയത്, കാരണം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ചെയ്യാൻ കരുതി. ഇത് ഇപ്പോൾ വോയിസ് ഓവർ സൺഡേ കൊടുക്കണേ, എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തൊക്കെയോ ഞാനും ഓനൊക്കെ സംസാരിക്കണ്ടേ, എന്താണെന്നും അറിയില്ല. ഇരിക്കാൻ വേണ്ടി അവിടെ നിന്ന് കസാല എടുത്തോണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹാളിലിരുന്ന് തിന്നാണ്. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്ന് ഉറങ്ങി. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ നീച്ചത്. എല്ലാവരുടെ കൂടെ കിടന്നപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയതാണ്. കുറേ അതിൽ കൂടിയൊക്കെ നടന്നപ്പോൾ ഞാൻ ആകെ കുഴങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കേട്ടോ. അപ്പോഴത്തെ കുറച്ച് ക്ലിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. തൊടുത്തെ മാങ്ങകളാട്ടത് ഫുള്ള് ഞാൻ കിച്ചണിൽ നിൽക്കണോണ്ട് അതിൻ്റെ കുറച്ച് നോയ്സ് ഉണ്ടാവും. ഈ ഒരു ഇത് ഫുള്ള് മാങ്ങ ഞങ്ങൾ ഫുള്ള് തിന്ന് തീർത്തേട്ടോ. ഭയങ്കര മധുരമാണ്. പുറം ഒക്കെ ചിലത് പച്ചയിക്കണ്, ചിലത് മഞ്ഞിക്കണ്, അങ്ങനെയാണ്. ഇപ്പോൾ ഇത് ഫുള്ള് ഞങ്ങളിപ്പോൾ തിന്ന് തീർത്തേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ചക്കൊക്കെ മൂത്തമ്മ ഉണ്ടാക്കിയതാട്ടോ. ഈ 2 ചക്കമരണ്ട്, മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാനൊന്ന് കാണിച്ചിട്ട് വലിയൊരു ചക്കമരം ഉണ്ടല്ലോ, അത് ഭയങ്കര തേന് കഴിക്കുന്ന ടേസ്റ്റാണ്. അപ്പോൾ മുറിച്ചിട്ടില്ല, ഇപ്പോൾ ഇന്നലെ മുറിച്ചിരുന്നു, അത് കഴിഞ്ഞു, കാരണം നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ചക്ക ഒക്കെ കാണിച്ചെന്നില്ലേ, ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ബുക്സൊക്കെ ഇവിടുത്തെ നീനുവിൻ്റെ ബുക്കുകളാണ്. ഓളെ കോളേജത്തെയും പിന്നെ എൻ്റെ കുറച്ച് ബുക്സും വെക്കേഷനത്തെ വർക്ക്സിൻ്റെ, പിന്നെ ഓളെ ട്യൂഷൻ്റെ ബുക്സും, അങ്ങനെ മൊത്തത്തിൽ കുറേ ബുക്സുകളുണ്ട്. അങ്ങനെ കുറേ ബുക്സുകളുണ്ട്. പിന്നെ ഓള് രാവിലെ 7 മണിയായപ്പോൾ പോയി. ഞാനോളെ വെയിറ്റ് ചെയ്യും. ഓളിനിപ്പോൾ ചിലപ്പോൾ ഒരു ഈവനിങ് 5:30 ഒക്കെ ആകുമ്പോഴാണ് വെയിറ്റ് ചെയ്യുക. വീട്ടിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കിയാൽ പിന്നെ അന്ന് അതന്നെയാവും. അതിപ്പോൾ സാധനങ്ങൾ ബേക്കറി ഒന്നും ഇല്ലായിട്ടൊന്നുമല്ല കേട്ടോ, ഇഷ്ടം കൊണ്ടാണ്. അപ്പം ഞാൻ ഈവനിങ് ഒന്ന് നേരം വൈകി നീച്ചു. പിന്നെ ഞാൻ എൻ്റെ അമ്മാൻ്റെ ഒപ്പം ബിരിയാണിയും
ലൈറ്റ് ടീയും കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇരുന്ന് തിന്നുണ്ട് യൂട്യൂബ് കണ്ടിട്ട്. ഞാൻ ഒറിജിനൽ വോയിസ് കൊടുക്കായിട്ടാട്ടോ. എന്തായാലും ഇനി എനിക്ക് അവധിക്കാല പ്രവർത്തനം എഴുതാണ്ട്. എൻ്റെ കുറേ ദിവസത്തെ അവധിക്കാല പ്രവർത്തനം പെൻഡിങ് ആയി കിടക്കണ്ടായിരുന്നു. പിന്നെ കുറേ വർക്ക്സ് പറഞ്ഞാൽ കുറേ വർക്ക്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഹിന്ദിയാണ് ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര 206 വേർഡ്സൊക്കെ എഴുതാണ്ടായിരുന്നു. ഇരുന്നങ്ങോട്ട് എഴുതി, അല്ല അപ്പം എന്താ ചെയ്യുക. എഴുതലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കോഫി പൗഡർ വെച്ചൊരു സ്കിൻ കെയർ ചെയ്തു. ഇവിടെ വരുമ്പോഴൊക്കെ നിഹാദ് എനിക്ക് ഈ ഒരു സ്പെഷ്യൽ കോഫി ഉണ്ടാക്കി തരലുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അതിൽ കൊഴിക്കാൻ മിൽക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടേക്ക് വന്നാൽ നിഹാദ് ഉണ്ടാക്കി തരുന്നത്. ഫൈനലി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിതിനെ ക്യാപ്ചീനോ നാട്ടോ വിളിക്കുക. എന്തായാലും റെഡി, നമുക്കിനി കുടിക്കാം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ദിവസം ഇങ്ങനെയാവും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങും, പിന്നെയും മോർണിംഗ് ആവും, റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഉറങ്ങുന്ന ആ ഒരു ഭാഗമൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ബൈ.